നാട്ടിൽ അധികം ആരോടും മിണ്ടാറില്ലെങ്കിലും വീട്ടിൽ എല്ലാത്തിനും വാശി കാണിക്കുന്ന സ്വഭാവക്കാരൻ. വെഞ്ഞാറമൂട് 5 പേരെ ക്രൂരമായി കൊലപ്പെടുത്തി 23-കാരൻ അഫാനെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. 8 വർഷം മുൻപ് തന്നെ അച്ഛനമ്മമാർ സ്നേഹിക്കുന്നില്ലെന്ന് ആരോപിച്ച് അഫാൻ വീട്ടിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ഈ സംഭവത്തിന് ശേഷം വീട്ടുകാർ അഫാന് ചോദിക്കുന്നത് എന്തും വാങ്ങി നൽകിയിരുന്നെന്ന് ബന്ധുക്കളും പറയുന്നു. അഫാൻ പറഞ്ഞതനുസരിച്ചാണ് വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് കാർ വാങ്ങുന്നത്. പുതിയ മൊബൈൽ ഫോണുകളോടും ബൈക്കുകളോടുമായിരുന്നു കമ്പം. കോവിഡിന് മുമ്പ് വരെ അച്ഛൻ അബ്ദുറഹീമിൻ്റെ ബിസിനസ് നല്ല നിലയിലാണ് കടന്നുപോയത്. ആ സമയത്തൊക്കെ ആഡംബര ജീവിതമായിരുന്നു അഫാൻ്റേത്. എന്നാൽ കടബാധ്യതയോടെ ഇതെല്ലാം തകിടം മറിഞ്ഞു. അമ്മയ്ക്ക് അർബുദം കൂടി ബാധിച്ചതോടെ അഫാൻ കടുത്ത സമ്മർദ്ദത്തിലായിരുന്നെന്നുമാണ് വിവരം. 7 വർഷമായി നാട്ടിൽ വരാൻ പോലും കഴിയാത്ത സാമ്പത്തിക ബാധ്യത അബ്ദുറഹീമിനുണ്ടായി. പ്രതിമാസം പണം പോലും അയക്കാൻ പറ്റാത്ത സാഹചര്യം വന്നതോടെ എല്ലാം താളം തെറ്റി. പണയം വെച്ചും ബന്ധുക്കളിൽ നിന്ന് കടം വാങ്ങിയുമാണ് കുടുംബം മുന്നോട്ട് പോയത്. ഇതിനിടയ്ക്ക് അഫാൻ്റെ ബുള്ളറ്റും കാറും വിറ്റിരുന്നതായും വിവരമുണ്ട്. അതിനുശേഷം പുതിയ ബൈക്ക് വാങ്ങി. പാണാവൂരിലെ കോളേജിൽ ബികോം പാതി വഴി നിർത്തിയ അഫാന് സുഹൃത്തുക്കളും കുറവാണ്. കൊലപാതകങ്ങൾക്കിടയിലും പിതൃമാതാവിൻ്റെ മാല പണയം വെച്ച് കിട്ടിയ തുകയിൽ നിന്ന് 40,000 രൂപ കടം വീട്ടാനാണ് അഫാൻ ഉപയോഗിച്ചതെന്നാണ് വിവരം. ഇവരുടെ കുടുംബത്തിന് 65 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ അഫാൻ്റെ മൊഴിയെടുത്ത് സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. പ്രതി അഫാൻ്റെയും ഷമിയുടെയും ഫോണിലെയും ടാബിലെയും വിവരങ്ങൾ ശേഖരിക്കാൻ സൈബർ പോലീസ് ശ്രമം തുടങ്ങി. ചുറ്റും ഉപയോഗിച്ച് തലയോട്ടി അടിച്ചു തകർത്തുള്ള ആസൂത്രിത കൊലപാതകങ്ങൾ ഇൻ്റർനെറ്റിലൂടെ മനസ്സിലാക്കിയതാണോ എന്നും അറിയേണ്ടതുണ്ട്.